വഞ്ചക പണ്ഡിത വേഷധാരികളെ പിടിച്ചുകെട്ടാൻ നുണപ്രചരണങ്ങൾ നടത്തി പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് പറയുന്നത് തടയിടാൻ ശ്രമിക്കുന്ന സലഫി രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് തലപ്പാവ് പണയം വെക്കാത്ത അല്ലാഹു ജല്ല ജലാലു ഉമ്മത്തിന് കനിഞ്ഞരുളുകിയ അനുഗ്രഹീത ശബ്ദം ഉസ്താദ് അബ്ദുസലാം ബാക്കവി വടക്കേക്കാട് സമസ്ത നവോത്ഥാനവും വിദ്യാഭ്യാസവും എന്ന വിഷയത്തെ ആസ്പദമായി വിഷയം അവതരിപ്പിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وأشهد أن لا إله إلا الله ولي الصالحين وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم إن الإيمان لا يأرز إلى المدينة كما تأرز الحية إلى جحرها. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, വിശിഷ്യ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പർമാരായ ബഹുമാന്യനായ ഉസ്മാൻ ഫൈസി, ഹസൻ ഫൈസി അടക്കമുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലുമൊക്കെ അവൻ്റെ പൊരുത്തത്തിൽ ആക്കി തരുമാറാവട്ടെ. ബഹുമാന്യനായ മുജ്തബൽ ഫൈസി വളരെ ചിന്തിക്കേണ്ടുന്ന പ്രൗഢഗംഭീരമായ ഒരുപാട് വിഷയങ്ങളിലേക്ക് സൂചനകളും നൽകുന്ന ഒരു പ്രസംഗമാണ് ഇവിടെ നടത്തിയത്. അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ ഹിമ്മത്തും അദ്ദേഹത്തിൻ്റെ ഇൽമിൽ ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ വിശേഷണം സൂറത്തുൽ ബഖറയിലെ 1-ാമത്തെ ആയത്തിൽ, ആദ്യത്തെ ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആ മുത്തഖീങ്ങളുടെ 1-ാമത്തെ അടയാളം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫലാഹിന്, വിജയത്തിന് അർഹരായ ഈ മുത്തഖീങ്ങളുടെ 1-ാമത്തെ വിശേഷണം അവർ ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ കണ്ണുകൊണ്ട് കണ്ടെങ്കിലേ വിശ്വസിക്കൂ, അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിലേ വിശ്വസിക്കൂ, അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെങ്കിലേ വിശ്വസിക്കൂ എന്ന് പറയുന്നവർ മുത്തഖീങ്ങളല്ല, അവർ മുഅ്മിനീങ്ങളല്ല, അവർ മുഫ്ലിഹീങ്ങളല്ല, അവരുടെ ഈമാൻ നിലനിൽക്കുകയില്ല എന്നാണ് സൂറത്തുൽ ബഖറയിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ വലിയൊരു അത്ഭുതം കൂടിയുണ്ട്. ഈ സൂറത്തുൽ ബഖറക്ക് അല്ലാഹു പേര് നൽകുന്നത് സൂറത്തുൽ ബഖറ എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ ആമുഖമാകുന്ന സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ അധ്യായത്തിന് അല്ലാഹു പേര് നൽകുന്നത് അൽ ബഖറ എന്നാണ്. ഏതാണ് ആ ബഖറ? അത് ഒരു ഗൈബിയായ ബഖറയാണ്.
ഈ മനുഷ്യ കഴിവുകൾക്കപ്പുറമുള്ള അഭൗതികമായ രൂപത്തിൽ ആ പശുവിന്റെ വാല് കൊണ്ടടിച്ചപ്പോഴാണ് ഒരു മരണപ്പെട്ട മനുഷ്യൻ ഹയാത്തായി വന്നത്. ബനൂ ഇസ്രായേലുകാരിൽ സുപ്രസിദ്ധമായ ആ സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലുകാരെ എന്നിങ്ങനെ വിളിച്ച് എണ്ണി പറയുന്ന വിഷയങ്ങൾ ധാരാളം അൽ ബഖറയിൽ കാണാം. അതുകൊണ്ട് തന്നെ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു മനുഷ്യനെ കൊല്ലുകയും ആരാണ് കൊന്നതെന്നറിയാതെ വരികയും ചെയ്ത ഒരു സന്ദർഭം, ആ സന്ദർഭത്തിൽ വലിയ വിവാദമുണ്ടാവുകയും ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ അപകടകരമായ ഒരവസ്ഥയിലേക്ക് അത് എത്തിപ്പെടുമെന്ന് കണ്ടപ്പോൾ അള്ളാഹു അവരോട് പറയുകയാണ്, ഒരു പശുവിനെ അറക്കാൻ. സംഭവം സുദീർഘമാണ്. ആ പശുവിന്റെ ഒരു ബഅൽ എടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ, മരണപ്പെട്ട മയ്യത്തിനെ അടിക്കുന്നു. ആ മയ്യത്ത് ഹയാത്താകുന്നു. എന്നെ കൊന്ന ആൾ ഇന്ന ആളാണ്, അയാളല്ല എന്ന് തുറന്നു പറയുന്നു. ഏത് ശാസ്ത്രം കൊണ്ട് തെളിയിക്കും? ഏത് ബുദ്ധി കൊണ്ട് തെളിയിക്കും? ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട്, അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെയാണ് ആ സൂറത്തിന് ആ പേരിടാനുള്ള കാരണം. അതിൽ ആയത്തുൽ കുർസിയുണ്ട്, ഒരുപാട് വലിയ വലിയ ആയാത്തുകളും സംഭവങ്ങളും ഉണ്ട്. അതൊന്നുമല്ല അള്ളാഹു നാമകരണം നൽകിയത്. അത് വെറും ഒരു പശുവല്ല, അത് അൽ പശുവാണ്, ഒരു പ്രത്യേക പശുവാണ്. ആ പശുവിന്റെ അതുകൊണ്ട് മരിച്ചവരെ അള്ളാഹു ഹയാത്താക്കി. ഇത് ബനൂ ഇസ്രായേലുകാരിൽ എല്ലാവർക്കും അറിയാവുന്ന കാബിറായി അവരുടെ വെല്ലിപ്പമാരിൽ നിന്ന് അവർ പഠിച്ച് അവർക്കൊക്കെ അറിയാവുന്ന സംഭവമാണ്. അവരിലൂടെ അറബികളിലേക്കും ഈ വിവരം പകർന്നിട്ടുള്ള സംഭവമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അത് വിശദമായി വിവരിക്കുകയും ചെയ്തതാണ്. ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ എന്ന് പേരിട്ടുകൊണ്ട്, അൽ ബഖറ എന്ന് പേരിട്ടുകൊണ്ട് സൂറത്തുൽ ബഖറയെ അല്ലാഹു അവതരിപ്പിക്കുന്നത്. എന്നിട്ട് അതിൽ ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളം, യഥാർത്ഥ ഈമാനുള്ള മനുഷ്യന്റെ അടയാളം, ഇസ്ലാം ലളിതം സുന്ദരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് അതിനെ വെട്ടിമുറിക്കലല്ല. അതിൽ എന്തൊക്കെ ഗൈബിയായിട്ടുണ്ടോ അതൊക്കെ അതേപടി അംഗീകരിച്ചുകൊണ്ട്, അതിന്റെ നിയമങ്ങളെ, അതിന്റെ പാരമ്പര്യ തനിമയെ അതുപോലെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് നിലനിർത്തുന്നവരാണ് യഥാർത്ഥത്തിൽ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹും, അവർ മാത്രമാണ് വിജയികൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒളിച്ചു കടത്തുകൾക്കെതിരിൽ ഈ ഉമ്മത്ത് ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് ഇപ്പോഴല്ല അറിയുക, അതറിയാൻ സമയമെടുക്കും. ഒളിച്ചു കടത്തലിനെതിരിൽ ജാഗ്രത പുലർത്താൻ ഇവിടെയുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഉമറാക്കളും നേതാക്കളും ബാധ്യസ്ഥരാണ്. ഇത് ഞങ്ങളുടെ ബാധ്യത അറിയിക്കുകയാണ്. റബ്ബിന്റെ മുന്നിൽ ദിമ്മത്ത് ബാരി ആവാൻ വേണ്ടി ഞങ്ങൾ പറയുകയാണ്. ഇത് വളരെ കൃത്യവും സത്യസന്ധവുമായ പ്രഖ്യാപനമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കാരോടും വിദ്വേഷം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ വിഷയം? എന്താണ്? തൗഹീദിനെ സംബന്ധിച്ച് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത്, തൗഹീദിന്റെ തഅരീഫ് പറയുന്ന സൂറത്ത്. ആ സൂറത്ത് എങ്ങനെയാണ് അല്ലാഹു തുടങ്ങിയത്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖുൽ നബിയെ തങ്ങൾ പറയണം, ഹുവല്ലാഹ്, അല്ലാഹുവാണ് അഹദ്, അല്ലാഹു അഹദാകുന്നു എന്ന്. അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞു പോയില്ലേ? ഇനി എന്തിനാണ് ഖുൽ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷെ ഖുല്ലാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ്, ഇത് ഖുർആനാണെന്നും ഇത് വിശദീകരണമാണ്, ശരിയായ വിശദീകരണമെന്നും നീ അംഗീകരിക്കണമെങ്കിൽ ആദ്യം റസൂലിനെ മനസ്സിലാക്കണം. ആ റസൂലാണ് ദീനിന്റെ സാക്ഷി. ഇന്നാ അർസൽനാക ഷാഹിദാ. ഇമാം റാസി തങ്ങൾ അതിന് 3 വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. 3ഉം വളരെ കറക്റ്റാണ് റസൂലുള്ളാഹിയുടെ വിഷയത്തിൽ. ഒന്നാമത്തെ വ്യാഖ്യാനം സാധാരണ നമ്മൾ പറയുന്ന വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം ഐ ഷാഹിദ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷാഹിദാണ് റസൂലുള്ളാഹി, അതിന്റെ ദൃഷ്ടാന്തമാണ് റസൂലുള്ളാഹി.
ലാ ഇലാഹ ഇല്ലല്ലാഹയെയും ദീനിനെയും മനസ്സിലാക്കാൻ നബിയെ മനസ്സിലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് മാത്രമാണ് മാർഗം. ഞാൻ പറയട്ടെ, റസൂലുള്ളാഹി പറയാണ് നമ്മളോട്, ഇതാ എന്റെ മേൽ ഇറക്കപ്പെട്ടു, എന്റെ മേൽ ജിബ്രീൽ വന്നു, എനിക്കിതാ ആയത്തിറങ്ങിയിരിക്കുന്നു. എന്താണ് ആയത്ത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഇതെങ്ങനെ നീ വിശ്വസിക്കുന്നത്? ഇതെവിടെന്ന് ഖുർആനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? അത് റസൂലുള്ള പറഞ്ഞു എന്ന തെളിവല്ലാതെ ഒരു തെളിവും ഈ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വത്തെ അതിൻ്റെതായ പൂർണ്ണ ബഹുമാനത്തോടുകൂടെ സമൂഹം ഉൾക്കൊണ്ടുവന്ന ഇത്രയും കാലം ഉൾക്കൊണ്ട് മനസ്സിലാക്കി അംഗീകരിച്ചു വന്ന ആ യാഥാർത്ഥ്യത്തെ അതേപടി അണുവളവ് വ്യത്യാസമില്ലാതെ നിലനിർത്തുക എന്നതാണ് ദീനിന്റെ അടിത്തറ. സൂറത്തുൽ ബഖറ റസൂലുള്ളാഹിക്ക് ഇറങ്ങി. ചിലപ്പോൾ ഒരു ജുസ് ഉണ്ടാകും, ചിലപ്പോൾ വലിയ സൂറത്താകും, ചിലപ്പോൾ 2 വരിയാകും. ആര് പറഞ്ഞു ഇത് മാത്രമാണ്? കുറച്ച് അപ്പുറത്ത് വേറെ ഉണ്ടായിരുന്നു, റസൂലുള്ളാഹി പറഞ്ഞില്ല എന്നൊരാൾക്ക് പറഞ്ഞുകൂടെ? അത് വരാതിരിക്കണമെങ്കിൽ അള്ളാഹിന്റെ റസൂല്, ഈ ദീനിന്റെ സാക്ഷി അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഷഹാദത്തിനെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് സമസ്തയുടെ മദ്രസയുടെ കിതാബുകളിൽ, പുസ്തകങ്ങളിൽ ആദ്യമായി നിങ്ങൾ പഠിപ്പിക്കേണ്ടത്, നമ്മുടെ ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂമും അതുപോലെ നമ്മുടെ മശായിഖന്മാരുമൊക്കെ നമ്മെ പഠിപ്പിച്ചു, ആദ്യമായി നിന്റെ മക്കളെ നീ പഠിപ്പിക്കേണ്ടത് അല്ലാഹ് ഒരുവനാണ് എന്നുള്ളതല്ല, മറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അവരെ സംബന്ധിച്ച് മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി, അവരുടെ ചരിത്രം കൃത്യമായി മനസ്സിലാക്കി അവരിലൂടെയാണ് അല്ലാഹുവിലേക്ക് എത്തേണ്ടത്. അതാണ് ഖുൽ അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു മഹത്വത്തെ നിലനിർത്തുന്നതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. എല്ലാ പ്രസംഗങ്ങളിലും അവർക്ക് പറയാനുള്ളത് അംബിയാഇന്റെ ഇസ്മത്ത്, ഔലിയാഇന്റെ മഹത്വം ഇതായിരുന്നു. ഇതിലൂടെയാണ് ഇത് നിലനിൽക്കുകയുള്ളൂ എന്ന്. ഇത് ഒരു വ്യാഖ്യാനമാണ്. മൂന്നാമത്തെ വ്യാഖ്യാനം ഇമാം റാസി തങ്ങൾ പറയുന്നു. മൂന്നാമത്തെ വ്യാഖ്യാനം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇന്നാ അർസൽനാക യാ അയ്യുഹൻ നബിയ്യു, നബിയായിട്ടുള്ളവരെ, ഇന്നാ അർസൽനാക, അങ്ങേ ഞാൻ റസൂലാക്കിയിരിക്കുന്നു, ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അത്ഭുതകരമായ ഒരുപാട് ആശയങ്ങളുടെ കലവറയായ 8 വിശേഷണങ്ങളെ കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഈ ആയത്തിൽ അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. അതിലെ ഷാഹിദിനെ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തെ വ്യാഖ്യാനമായി ഇമാം റാസി തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഐ ഷാഹിദ മാ ഫിൽ ആഖിറതി ഫിദ് ദുനിയ, ഷാഹിദൻ അലാ മാ ഫിൽ ആഖിറതി ഫിദ് ദുനിയ വശാഹിദൻ അലാ മാ ഫിദ് ദുനിയ ഫിൽ ആഖിറ എന്നാണ്. ആരാണ് റസൂലുള്ളാഹി? ഈ ദുനിയാവിൽ ആഖിറത്തിലെ മുഴുവൻ കാര്യങ്ങൾക്കും അള്ളാന്റെ റസൂലാണ് സാക്ഷി. അതൊക്കെ കണ്ട് അനുഭവിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്. കേട്ടു പറയുക മാത്രമല്ല. ബഹുമാനപ്പെട്ട സഹാബത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാലോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന് മിണ്ടുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല. ചില സമയത്ത് ഭാവമാറ്റം ഉണ്ടാകുന്നുണ്ട്. ളുഹർ നിസ്കരിച്ചു, അപ്പോഴും ഇരുന്നു. അസർ നിസ്കരിച്ചു, അങ്ങനെ ഇരുന്നു. ആരോടും സംസാരിക്കുന്നില്ല, മറ്റു ബന്ധങ്ങളൊന്നുമില്ല. ചിലപ്പോൾ മുഖത്തിന് ഭാവമാറ്റം ഉണ്ടാവുന്നുണ്ട് എന്ന് മാത്രം. ആർക്കും ഒരു പിടിയും കിട്ടിയില്ല. അവസാനം മഹാന്മാരായ സ്വഹാബത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്താണ് റസൂലുള്ളാഹിക്ക് ഇന്നുണ്ടായിട്ടുള്ളത്, ഒന്ന് ചോദിച്ചു നോക്കുമോ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിയുമായി ഇവർക്കൊന്നും നേരിട്ട് ചോദിക്കാനുള്ള ആ ഒരു ധൈര്യമില്ല. അവരുടെ അദബ് കൊണ്ട് സിദ്ദീഖ് എന്നവരോട് ചോദിച്ചു വിവരം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചു. അപ്പൊ പറഞ്ഞത് എന്താണെന്നറിയോ?
ഉരിളത്ത് അലയ്യ മാ ഹുവ കായിനുൻ, വരാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എനിക്കിങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന്. മുഴുവൻ കാര്യങ്ങളും ഞാനിങ്ങനെ കാണുകയായിരുന്നു. അതിൽ ചില സന്തോഷങ്ങൾ കാണും, ചില പ്രയാസങ്ങൾ കാണും, അതിനനുസരിച്ചുള്ള ഭാവമാറ്റമായിരുന്നു അത് എന്ന്. എല്ലാം പ്രദർശിപ്പിക്കപ്പെടുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സുബഹിക്ക് അല്പം വൈകി എന്നിട്ട് പിന്നെ ഓടി വന്നു. ഒളു എടുത്ത് ആ വെള്ളം ഇങ്ങനെ ഉറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സഹാബത്ത്. ഓടി വന്നു, നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു, ഞാൻ വൈകാനുള്ള കാരണം എന്താണെന്നറിയോ, ഞാൻ ഇന്നലെ കുറെ തഹജ്ജുദൊക്കെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കണ്ണ് ചിമ്മി, ഒന്ന് ഉറങ്ങിപ്പോയി. ആ ഉറക്കിൽ അതാനി റബ്ബി ഫി അഹ്സനി സൂറ, എന്റെ റബ്ബിനെ ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബ് എന്റെ അടുത്ത് വന്നു. ഏറ്റവും മനോഹരമായ ഒരു മനുഷ്യന് കാണാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ആ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ ഞാൻ അള്ളാഹുവിനെ കണ്ടു എന്ന്. അള്ളാഹുവിന് കൈഫും അങ്ങനത്തതൊന്നുമില്ല. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥയിൽ. എന്നിട്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, എന്നോട് ഫീമ യഖ്തസിമുൽ മലഉൽ അഅല എന്ന്, മലഉൽ അഅല എന്തിലാണ് തർക്കിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന്. ഫവളഅ യദഹു അലാ സദ്രി അല്ലെങ്കിൽ അലാ സദി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ ഒരു കാരുണ്യത്തിന്റെ സ്പർശം എന്റെ നെഞ്ചത്തിലേക്ക് ഏൽപ്പിച്ചു. ഒരു പ്രത്യേകമായ കാരുണ്യത്തിന്റെ ഒരു വർഷം എന്റെ നെഞ്ചിലേക്ക് അല്ലാഹു ഇട്ടു തന്നു. അതിന്റെ ഒരു തണുപ്പ്, അതിന്റെ ഒരു പ്രത്യേകമായ ഒരു അനുഭവം എന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗത്തും ഞാൻ അനുഭവിച്ചു. ഫഅറഫ്തു കുല്ല ശൈ, ഞാൻ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു എന്ന്. കുല്ല ശൈ, എല്ലാം ഞാൻ അറിഞ്ഞു. ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളെയും അർള് ചെയ്യുന്നു. മഅറള് എന്ന് പറഞ്ഞാൽ പ്രദർശന ഇടമാണ്. ഉരിള അലയ്യ എന്നാണ് നേരത്തെ ഹദീസിൽ വന്നത്. ആഖിറത്തിൽ നടക്കാനിരിക്കുന്നതും ദുനിയാവിൽ ഇനി നടക്കാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും ചില സമയത്ത് പറയാറുണ്ട്, ഇതാ ഈ മതിലിന്റെ അപ്പുറത്ത് സ്വർഗം എനിക്ക് വെളിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഹദീസ് കാണാം. ചിലപ്പോൾ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഇതാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ എല്ലാം പറയാമെന്ന് പറയാറുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും ചില റിപ്പോർട്ടുകളിൽ കാണാം മാഹുവ കാൻ മാ കാന വ മാഹുവ കായിനുൻ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ഒക്കെ എനിക്ക് വെളിവാക്കപ്പെട്ടു എന്ന്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ആഖിറത്തിലെ കാര്യങ്ങൾക്ക് ദുനിയാവിൽ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അതൊക്കെ നിന്ന് കണ്ടുകൊണ്ട് സാക്ഷിയായും കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞു തരുന്നത്. ഇനി നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ ഉമ്മത്തിനും വിചാരണയ്ക്ക് ശേഷം വിധി പറയണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സാക്ഷി പറയണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഴുവൻ അംബിയാഇന്റെ കാര്യത്തിലും എങ്ങനെ റസൂലുള്ളാഹി സാക്ഷി പറയുന്നത്, അതൊക്കെ നോക്കിക്കണ്ട മഹാനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇമാം റാസി തങ്ങൾ പറഞ്ഞത്, ഷാഹിദൻ ഫിദ് ദുനിയ അലാ മാ ഫിൽ ആഖിറ വ ഷാഹിദൻ ഫിൽ ആഖിറതി അലാ മാ ഫിദ് ദുനിയ എന്ന്. ഈ നിലക്ക് ആണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം. ഇതൊരാൾക്ക് അളന്ന് കണക്കാക്കാൻ സാധിക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നാം മുഅ്മിനീങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വിഷയമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ ഇൽമ മുഴുവനും ബഹുമാനപ്പെട്ട സൂറത്തു നിസായിൽ പറയുന്നുണ്ട്, അൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മത വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അദീമാ. ഈ യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു തന്നു. പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു തന്നു. അല്ലാഹു ഇറക്കി തരികയാണ്. വൽ ഹിക്മത, ഖുർആൻ മാത്രമല്ല
ഖുർആനാകുന്ന 600 പേജ് മാത്രമല്ല, വൽ ഹിക്മത, സുന്നത്തിനെയും പഠിപ്പിച്ചു തന്നു അല്ലാഹു തആല. അതും അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തതാണ്. പോരാ, വഅല്ലമക മാ ലം തകുൻ തഅലം, ഇതൊന്നുമല്ലാത്ത എത്രയോ ഇൽമ്, അവർണ്ണനീയമായ, വാക്കുകൾക്ക് അതീതമായ ഒരുപാട് ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് തന്നു. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, അല്ലാഹുവിന്റെ ഫളല് തങ്ങളുടെ മേൽ വർണ്ണിക്കാൻ കഴിയാത്തതാണ്. അത് വർണ്ണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആ സൂറത്ത്. എന്നാൽ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ തന്നെ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് തിബിയാനുൽ ലികുല്ലി ഷൈ, എല്ലാ മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, തിബിയാനുൽ ലികുല്ലി ഷൈ, എല്ലാറ്റിന്റെയും വിശദീകരണം പരിശുദ്ധ ഖുർആനിലുണ്ട് എന്നാണ്. ബഹുമാനപ്പെട്ട സഹാബത്ത് പറയുന്നുണ്ട്, അബൂദർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് പറയുന്നുണ്ട്, ലഖദ് തറക്കനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യതീറു തായിറുൻ ബിജനാഹിഹി ഫിസ്സമാ ഇല്ലാ ദക്കറ ലനാ മിൻഹു ഇൽമാ. റസൂലുള്ളാഹി ഞങ്ങളെ വിട പറയുന്ന സമയത്ത്, റസൂലുള്ളാഹി ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അന്തരീക്ഷത്തിലൂടെ പറന്ന് കളിക്കുന്ന പറവകൾ, അതിനെ സംബന്ധിച്ച് പോലുമുള്ള ഇൽമ് ഞങ്ങൾക്ക് അള്ളാന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഇൽമും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് കൊടുത്തു. ഖുർആനിന്റെ ഒരു ഹർഫ് ഇറങ്ങുകയാണെങ്കിൽ അതിന്റെ ഇൽമിന്റെ വ്യാപ്തി നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. പക്ഷേ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയോ? അല്ലദീന യത്തബിഊന അർ-റസൂലൻ നബിയ്യൽ ഉമ്മി, ഉമ്മിയായ റസൂലിനെ പിൻപറ്റുന്ന ആളുകൾ എന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി തങ്ങൾ പറയുന്നുണ്ട്, അൽഹറു ശറഫിൽ മുസ്തഫ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ ചിന്തിക്കണം, അള്ളാന്റെ റസൂലിന്റെ മഹത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നബിയുൽ ഉമ്മി എന്ന് പറഞ്ഞതാണ്. ഉമ്മിയാണ് എന്ന് പറഞ്ഞതാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഐ അന്നഹു ലം യകുൻ ഷൈഉൻ മിൻ ഫളായിലിഹി വകമാലി ഇൽമിഹി വതഹയ്യുഇഹി ഇലാ തഫ്സീൽ ശർഇഹി മിൻ ഖിബലി നഫ്സിഹി ഔ മിൻ തഅല്ലുമിഹി വതകല്ലുഫിഹി ഔ മിൻ ഇജ്തിഹാദിഹി വതസറുഫിഹി ബൽ ലഹറ അലൈഹി കുല്ലു മാ ലഹറ മിൻ ഖിബലിഹി സുബ്ഹാനഹു വതആല. റസൂലുള്ളാഹിക്ക് ഇൽമു, ഇത്രയും അവർണ്ണനീയമായ ഇൽമു ലഭിച്ചു. അള്ളാഹുവിന്റെ റസൂലിന് ഒരുപാട് ഫളായിലുകൾ ഉണ്ടായി. നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഈ ഫളായിലുകളൊന്നും തന്നെ ഒരു സിലബസ് ബേസിൽ പഠിച്ചതല്ല, ഈ ലോകത്ത് ആരുടെയും മുന്നിൽ പോയിരുന്ന് പഠിച്ചതല്ല. മുഴുവനും അള്ളാഹുവിൽ നിന്നുള്ള നേരിട്ടുള്ള ഫൈലാണ്. അതാണ് ഉമ്മി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഉമ്മി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഭൗതിക മാനദണ്ഡങ്ങൾ വെച്ച് റസൂലുള്ള പഠിച്ചിട്ടില്ല. മറിച്ച് ആ ഇൽമും കമാലുൽ ഇൽമും എല്ലാ മഹത്വങ്ങളും അള്ളാഹു നേരിട്ടങ്ങോട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമിനെ ഒരു സിലബസിന്റെ പഠനത്തോട് താരതമ്യം ചെയ്യുന്നത് ഏറ്റവും വലിയ അപകടമാണ്. ഒരു ഇൽമിന്റെ അല്പം അറിഞ്ഞ വ്യക്തി അത് അംഗീകരിച്ചു കൊടുക്കുകയില്ല. ഇതിന്റെ ഒന്നും ഗൗരവം പലർക്കും ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അവിടെയാണ് നമുക്ക് സങ്കടം. കുറെ മൊല്ലമാർക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല. അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ച് ഒരു സിലബസ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ആ പറച്ചില്? ഉമ്മിയാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ന് വെച്ചാൽ അള്ളാഹുവാണ് എല്ലാം നൽകിയത് എന്നർത്ഥം. ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് സൂറത്തുൽ അറാഫിൽ അടുത്തൊരായത്ത് വരുന്നുണ്ട്. അതാണ് ഞാൻ ഓതി വെച്ചത്. അതിൽ പറയുന്നത് എന്താ? ഖുൽ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള റസൂല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, ഫആമിനു, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക, ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ടും, വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടും, അന്നബിയിൽ ഉമ്മിയി, ആ ഉമ്മിയായ നബിയെ കൊണ്ട് വിശ്വസിക്കുക എന്ന്. ആ ഉമ്മിയായ നബിയെ കൊണ്ട് വിശ്വസിക്കുക എന്ന് മാത്രമാണ് അവിടെ പറഞ്ഞത്. മറ്റേ ആയത്തിൽ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞു, ഇവിടെ ഇത് മാത്രമാണ് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞത് ഇഖ്തസറ അല മിന സിഫാത്തിൽ മദ്കൂറ ഹാഹുന അലൽ ഉമ്മിയ
എന്തുകൊണ്ട് ആ ഉമ്മിയാവുക എന്ന വിശേഷണം മാത്രം എടുത്തു പറഞ്ഞു? ലിഅന്നഹാ അജല്ലുൽ ഔസാഫി വഅദല്ലുഹാ അലാ ഹഖിയതിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വങ്ങളിൽ ഏറ്റവും വലിയ മഹത്വമാണ് റസൂൽ ഉമ്മിയാണ് എന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുന്നിൽ പോയി ഓതിയിട്ടില്ല, ഏതെങ്കിലും ഒരു പുസ്തകം പോയി ഓതിയിട്ടില്ല, ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി പഠിച്ചിട്ടില്ല. അതൊന്നുമില്ലാതെ ഈ ഒരു മഖ്ലൂഖിനോടും ഒരു തരത്തിലുള്ള കടപ്പാടുമില്ലാതെ നേരിട്ട് ഇലാഹിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൈലായി നൽകി എന്നതാണ് ഏറ്റവും വലിയ മഹത്വവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്തും. അതുകൊണ്ടാണ് അത് തന്നെ എടുത്തു പറഞ്ഞത്. ഈ മുഅ്ജിസത്തിന് വില കുറക്കാൻ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. പണ്ഡിതന്മാർ ശരിക്ക് ഗൗരവം ഉൾക്കൊള്ളണം. നമുക്കാരോടൊരു വെറുപ്പില്ല. പക്ഷേ അള്ളാന്റെ റസൂൽ കഴിച്ചിട്ടേ ബാക്കി ആരും നമുക്കുള്ളൂ. അള്ളാന്റെ ഹബീബാണ്, അള്ളാന്റെ റസൂലാണ്. അതുകൊണ്ട് ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ വിധത്തിൽ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ആ ഒരർത്ഥത്തിൽ നാം ഇതുവരെ കാത്തു സൂക്ഷിച്ച ഒരു ഈമാനുണ്ട്. അള്ളാഹിന്റെ റസൂലിനെ സംബന്ധിച്ച് പറയുമ്പോഴുള്ള ഒരു ബഹുമാനം, അള്ളാഹിന്റെ റസൂലിനെ സംബന്ധിച്ച് ഓർക്കുമ്പോഴുണ്ടാവുന്ന നമ്മുടെ ഒരു ആത്മീയമായൊരു നിർവൃതി, ഇതൊക്കെ അതേപടി നിലനിർത്തണമെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള എന്തൊരു വിഷയവും ഈ ഒരു ബഹുമാനവും ആദരവും ഉൾക്കൊണ്ടുകൊണ്ടേ പറ്റുകയുള്ളൂ. ആ വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ ആദരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇത് പരിശുദ്ധ ദീനിന്റെ ഒരു അടിത്തറയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് കാലം എത്ര പുരോഗമിച്ചാലും ശരി, വൈജ്ഞാനികമായി എന്തൊക്കെ വിപ്ലവങ്ങൾ ഇവിടെ ഉണ്ടായാലും ശരി, ഇത്തരത്തിലുള്ള അടിസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റില്ല എന്നതാണ് യഥാർത്ഥ പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിലൊന്നും ഒരു തരത്തിലുള്ള പുരോഗമനത്തിനും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് തയ്യാറാവാൻ സാധ്യമല്ല. എന്നാൽ ഈ അടിസ്ഥാനങ്ങളെ അതേപടി മുസ്തഫ ഫൈസി പറഞ്ഞതുപോലെ ആ അടിസ്ഥാന വേരുകളെ മതിൽ കെട്ടി സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് സാധ്യമാകുന്ന എളുപ്പ വഴികളൊക്കെ, കുട്ടികളെ ആകർഷിക്കുന്ന വഴികളൊക്കെ നമുക്ക് സ്വീകരിക്കാം. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അറിയാത്തൊരു പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത ഒരു ശിഷ്യനാണ്. റസൂലുള്ളാഹിയോട് സമ്മതം ചോദിക്കാതെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാൻ അനുമതി കൊടുക്കപ്പെട്ട ആളാ. എപ്പോ വേണേലും കടക്കാം. ഇതിനുക്ക അലയ്യ എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് കാണാം. വളരെ ചെറിയൊരു മനുഷ്യനായിരുന്നു. എല്ലാവരും ഇരിക്കുമ്പോൾ മൂപ്പര് നിന്ന രണ്ടു സമായിരിക്കുന്നതാണ്. എന്നാൽ മഹാപണ്ഡിതനാണ്, ഒരു മെലിഞ്ഞ കുറിയ ഒരു മനുഷ്യൻ. ഒരിക്കൽ മൂപ്പര് ഒരു അറാക്ക് പൊട്ടിക്കാൻ വേണ്ടി ഒരു മരത്തുമ്മ കയറി. അപ്പൊ താഴെ നിൽക്കുന്ന സഹാബത്ത് ആ മൂപ്പരെ തണ്ടങ്കാലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ, ആ ഒരു വളവും ആ ഒരു കോലൊക്കെ കണ്ടപ്പോൾ, വളരെ മെലിഞ്ഞൊട്ടിയ ഒരു വളഞ്ഞ കാല് അത് കണ്ടപ്പോൾ അവർ ചിരിച്ചു. മനുഷ്യന്മാരാകുമ്പോൾ അങ്ങനെ ചിരിച്ചു വരുമല്ലോ. സുല്ലാക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അബ്ദുല്ലാന്റെ കാല് കണ്ടിട്ടാണോ നിങ്ങൾ ചിരിക്കുന്നത്? ആ കാലുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. മീസാനിൽ ഉഹദ് പർവ്വതത്തെക്കാൾ ഖനം തൂങ്ങുന്ന കാലാണ് ആ കാല്. അത്ര വലിയ മഹാനാണ്. അവരിങ്ങനെ വന്നാൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, കുനൈഫുൻ മുലിഅ ഇൽമാ, ഇൽമാൽ നിറക്കപ്പെട്ട ഒരു ചാക്കാണ് എന്ന് പറയാറുണ്ട്. ആ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മസ്ഊദ് അവരുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ചില പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില പ്രവചനങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് വിശുദ്ധ ഖുർആനിനെ തുറക്കപ്പെടുന്നതാണ്. ഫയഖൂല ഫീഹിൽ ബർറു വൽ ഫാജിറു. ഏത് അണ്ടനും അടകോടനും അതിനെ സംബന്ധിച്ച് പറയും. എല്ലാവർക്കും ഖുർആൻ നോക്കി പറയാം. അതൊന്ന് സെർച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു പരിഭാഷ എടുത്തിട്ട് അവനും മസല പറയുന്നു. അങ്ങനെ ഖുർആൻ തുറക്കപ്പെടുന്നതിനെയാണ്. ഖുർആൻ പന്ത് കളിക്കുന്നത് പോലെ എല്ലാവരും അമ്മാനമാടുന്ന ഒരവസ്ഥ വരും. ഇത് സമൂഹത്തിന് വലിയ അപകടമുണ്ടാക്കും. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ, നല്ല പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ എഴുതിയ ഒരു ലേഖനം ഒരു പക്ഷേ ഒരു വായന കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. നമ്മളൊക്കെ സംഗതി മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നല്ല പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണെങ്കിൽ അയാളുടെ ചില പുസ്തകങ്ങൾ ചിലപ്പോൾ 2-3 വട്ടം വായിക്കണം. എന്നാൽ ഇത്
അയാൾ ഈ അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ ആയസിൽ പഠിച്ചതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു കിതാബാണ്, ആ പുസ്തകമാണ് അത്. എന്നാൽ ഏതെങ്കിലും 2, 3, 4 വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളുടെ കലാമല്ല വിശുദ്ധ ഖുർആൻ. അത് അള്ളാന്റെ കലാമാണ്. അതുകൊണ്ടാണ് ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഈ വിശുദ്ധ ഖുർആൻ പർവ്വതത്തിൽ ഇറങ്ങിയെങ്കിൽ പർവ്വതം പൊളിയുമായിരുന്നു, പിളരുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. തൊട്ടടുത്ത ആയത്തിൽ എന്താ പറഞ്ഞത്? ഇതിന്റെ കാരണം വിവരിക്കുക. കാരണം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദ, എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിന്റെ കലാമാണത്. അതിന്റെ ആഴവും പരപ്പും ഈ വിശുദ്ധ ഖുർആനിനുണ്ടാകും. അത് എല്ലാവരും ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമല്ല. ഇത് നമ്മുടെ ആരെങ്കിലും സ്വാർത്ഥ താല്പര്യമല്ല, ഇത് ദീനാണ് ഈ പറയുന്നത്. രണ്ടാമതൊന്നും മൂപ്പര് പറഞ്ഞു, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലഖദ് അസ്ബഹതും ഫീ സമാനിൻ അൽ ഹവാ താബിഉൻ ലിൽ ഇൽം. ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന നല്ലൊരു കാലഘട്ടത്തിലാണ്. ഇന്ന് നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ വിചാര വികാരങ്ങളെ ഒക്കെ നിങ്ങൾ പഠിച്ച ഇൽമിനനുസരിച്ച് ചിട്ടപ്പെടുത്താൻ നിങ്ങൾ തയ്യാറുള്ള ഒരു കാലഘട്ടമാണ്. വസയതി സമാനുൻ, ഒരു കാലഘട്ടം വരും, യകൂനുൽ ഇൽമു താബിഅൻ ലിൽ ഹവാ. ഇൽമ് മനുഷ്യന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. പഠനവും പഠന രീതിയും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് രൂപപ്പെടുത്തുന്ന അപകടകരമായ ഒരു കാര്യം വരും എന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കോടിക്കണക്കിന് രൂപയാണ് ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്, അല്ലേ? ഒരു കണക്കെടുത്ത് നോക്ക്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, എന്നും പഴയ കാലം മുതൽ അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട നിളാമുൽ മുൽക്ക് എന്ന് പറയുന്ന അലബ് അർസലാൻ എന്ന് പറയുന്ന രാജാവിന്റെ മന്ത്രി നിളാമുൽ മുൽക്കാണ് ബഗ്ദാദിൽ ആദ്യം ഇത്തരത്തിലുള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. ആ നിളാമിയ സിലബസാണ് നമ്മളൊക്കെ തുടർന്നു വന്നത്. ഇമാം ഗസാലി തങ്ങളൊക്കെ അവരുടെ ആ കോളേജിലാണ് പ്രിൻസിപ്പാളായത്. പിന്നീട് അതിങ്ങനെ വികസിപ്പിച്ചുകൊണ്ടേയിരുന്നു. പണ്ഡിതന്മാർക്കും ഈ ദീനീ പ്രവർത്തനത്തിനും ഈ വൈജ്ഞാനിക പ്രവർത്തനത്തിനും ലക്ഷക്കണക്കിന് രൂപ, ആ ദീനാറുകൾ അദ്ദേഹം ഖജനാവിൽ നിന്ന് എടുത്ത് ചെലവഴിക്കുമായിരുന്നു. രാജാവ് ഇതിനൊക്കെ സമ്മതം കൊടുക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം മരിച്ചു, സുൽത്താൻ മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ആ സ്ഥാനം ഏറ്റെടുത്തു. അപ്പോൾ ചിലരിങ്ങനെ പോയിട്ട് ഇങ്ങനെ അസൂയക്കാർ പോയിട്ട് പറഞ്ഞു, ഇയാൾ കുറേ പണം ഈ മൗലവിമാർക്ക് കൊടുത്തിട്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ഒന്ന് നമ്മുടെ ഡിഫൻസിന് വേണ്ടി, നമ്മുടെ പ്രതിരോധത്തിന്, ഈ രാജ്യം കാക്കുന്ന ഭടന്മാർക്ക് വേണ്ടി, ഡിഫൻസിന് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ എത്ര നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം മൂപ്പരെ വിളിപ്പിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. നമുക്ക് ഒരുപാട് ചെലവ് നമ്മുടെ ഡിഫൻസിനുണ്ട്, നമ്മുടെ സൈന്യത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെലവഴിക്കുന്ന അത് ഒന്ന് വെട്ടിക്കുറക്കണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നിളാമുൽ മുൽക്ക് അദ്ദേഹത്തിന് കൊടുത്തൊരു മറുപടിയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട രാജാവേ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളുടെ സൈന്യം, ഈ രാജ്യത്തിന്റെ സൈന്യം, അവർ ആദരിക്കപ്പെടേണ്ടവരാണ്. അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കേണ്ടവരാണ്. അവരാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ ഒരു സൈന്യം കൊണ്ട് മാത്രം ഈ രാജ്യം സംരക്ഷിക്കപ്പെടുകയില്ല. ആ ഒരു സൈന്യം കൊണ്ട് മാത്രം നിങ്ങളുടെ മുൽക്കിനെ സംരക്ഷിക്കപ്പെടുകയില്ല. ആ ഒരു സൈന്യത്തിനെ സഹായിക്കുന്ന മറ്റൊരു സൈന്യം കൂടി വേണം. ആ സൈന്യത്തെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്നി ഉഇദു ലക ജൈശൻ യുസമ്മാ ജൈശൽ ലൈൽ, രാത്രിയുടെ സൈന്യം എന്ന് പറയുന്ന ഒരു സൈന്യത്തെയാണ് നിങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ തയ്യാറ് ചെയ്യുന്നത്. എന്താണ് അവരുടെ സ്വഭാവം എന്നറിയോ? ഇദാനാമത്ത് ജുയൂഷുക ലൈലൻ, രാത്രിയിൽ നിങ്ങളുടെ സൈന്യം ഉറങ്ങാൻ കിടന്നാൽ ഖാമത്ത് ജുയൂഷുൽ ലൈൽ, ഈ ജുയൂഷുൽ ലൈൽ, ഈ രാത്രിയിലെ സൈന്യം എണീറ്റ് നിൽക്കും. സുഫൂഫൻ ബൈന റബ്ബിഹിം ബൈന യദൈ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് അവർ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവർ തഹജ്ജുദ് നിസ്കരിക്കും. വയുർസിലൂന ദുമൂഅഹും, അവരുടെ കണ്ണുനീർ അവർ വാർക്കും. വയർഫഊന കുഫഹും, അവരുടെ കരങ്ങൾ അവർ ഉയർത്തും. എന്നിട്ട് അവരുടെ സിഹാം,
പ്രാർത്ഥനയുടെ അമ്പുകളെ ആകാശത്തേക്ക് ഇങ്ങനെ വിടും. അവരുടെ നിങ്ങളും നിങ്ങളുടെ സൈന്യവും ആ ജയ്ഷുൽ ലൈലിന്റെ സൈന്യത്തിന്റെ, ആ രാത്രി സൈന്യത്തിന്റെ കാവലിലാണ് നിലനിൽക്കുന്നത്. ഈ ഭൗതികമായ ഈ സംരക്ഷണം, ഈ ജയ്ഷ്, ഈ സംവിധാനമൊക്കെ അതൊക്കെ ഫലപ്പെടണമെങ്കിൽ അള്ളാന്റെ സഹായം ഇറങ്ങണം. അതിറക്കാൻ കഴിയുന്ന അഞ്ചുമുകളായ നുജൂമുകളായ പണ്ഡിതന്മാരെയാണ് ഞാൻ വാർത്തെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിതിനെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ നീണ്ടു വാചാലമായി, ഇത്രയൊന്നല്ല, ഒരുപാടുണ്ട്, വാചാലമായി കാര്യം അങ്ങോട്ട് അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ആ സുൽത്താൻ പറഞ്ഞു, എങ്കിൽ അക്സിർ മിൻ ഹൗലാഇൽ ജുയൂഷ് എന്ന് വെച്ചാൽ കാലാകാലമായി പഴയ കാലം മുതൽ തന്നെ സമൂഹം ഈ മതവിദ്യാഭ്യാസത്തിന് കോടികൾ ചെലവഴിച്ചത് ഇത്തരത്തിലുള്ള വിശുദ്ധാത്മാക്കളായ പണ്ഡിതന്മാരെ വാർത്തെടുക്കാനാണ്. യാതൊരു സംസ്കാരവുമില്ലാത്ത, ദീനീബോധമില്ലാത്ത ഭൗതികന്മാരെ മാത്രം വാർത്തെടുക്കാനല്ല. ഈ ഉമ്മത്ത് ഈ പണമൊക്കെ ചെലവഴിക്കുന്നത് അന്നു മുതൽ ഇന്ന് വരെ ഒരു കോളേജിന് വേണ്ടി കൈനീട്ടുമ്പോൾ, ഒരു പള്ളി ദർസിന് വേണ്ടി കൈനീട്ടുമ്പോൾ, ഇവിടുത്തെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൈനീട്ടുമ്പോൾ ഒന്നും മറച്ചു വെക്കാതെ അവര് വാരിക്കോരി തന്നത് ഇത്തരത്തിലുള്ള ഒരു ജുയൂഷ് ഇവിടെ വേണം എന്നാണ്. എല്ലാവരും അങ്ങനെയായില്ലെങ്കിൽ പോലും അത്തരത്തിൽ വളർത്തിയെടുത്ത ആ ആളുകളുടെ കൂട്ടത്തിൽ നിന്നാണ് ഗൗസുൽ ആലം തങ്ങൾ ഉണ്ടായത്. ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുതുബ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. ഞാൻ ഇൽമ പഠിച്ചു, അങ്ങനെ ഖുതുബായി. അങ്ങനെയുള്ള ദർസിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ മഹാനാണ്. അത്തരത്തിലുള്ള ജയ്ഷിൽപ്പെട്ട ഒരു സൈന്യത്തിൽപ്പെട്ട ഒരു സൈന്യമാണ്, ഒരു ഭടനാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. അവർ ദുആ ചെയ്താൽ മഴ കിട്ടുമായിരുന്നു. അത്തരത്തിലുള്ള ദർസിൽ നിന്ന് പഠിച്ചിറങ്ങിയ മറ്റൊരു ഭടനാണ് മഹാനായ ശൈഖു മശായിഖിന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എത്ര അനുഭവങ്ങൾ അവർ ദീൻ ഒരു ഭാഗത്ത് നിലനിർത്തുമ്പോൾ അവരുടെ ചരിത്രം നിങ്ങൾ അന്വേഷിച്ചു നോക്ക്, അവരുടെ ഖാദിമീങ്ങളോട് ചോദിച്ചു നോക്ക്. ദിവസവും അൻആമും അറാഫും ഓതി തഹജ്ജുദ് ഉറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ നീണ്ട സുന്നത്ത് നിസ്കരിക്കാതെ അവർ ഉറങ്ങാറില്ല. അത്തരത്തിലുള്ള മഹാന്മാർ അവര് ജുയൂഷുൽ ലൈലായിരുന്നു. അത്തരത്തിലുള്ള മഹത്തുക്കള് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. അവരെയായിരുന്നു ഈ പള്ളി ദർസിൽ നിന്ന് വാർത്തെടുത്തിരുന്നത്, അവരെയായിരുന്നു ഈ കോളേജുകളിൽ നിന്ന് വാർത്തെടുത്തിരുന്നത്. ഇതൊക്കെ മാറി വെറും ഭൗതികന്മാരെ ആക്കി മാറ്റുമ്പോൾ ഒരിക്കലും തന്നെ സമൂഹത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രവർത്തനമല്ല അത് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഉമ്മത്തിന് പലപ്പോഴും ഗുണത്തേക്കാൾ ഏറെ ദോഷമുണ്ടാകുന്നു. അതുകൊണ്ട് നാം ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും അത് വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചത്. പക്ഷേ ഒളിച്ചു കടത്തിക്കൊണ്ട് പലതും മറികടക്കുകയും നമ്മുടെ കൈകളിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോകുന്ന അവസ്ഥ വരുമ്പോൾ സമസ്തക്ക് ഇടപെടാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമ്മുടേതായ രൂപത്തിൽ നാം കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം SNEC പോലെയുള്ള ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വളരെ കൃത്യമായ ചില മാർഗരേഖകൾ നമുക്കുണ്ട്, ചില ഹുദൂദുകളുണ്ട്. ഈ പാരമ്പര്യത്തെയും ഈ ആത്മീയതയെയും പരമാവധി വളരെ ശ്രമകരമാണ്, ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ശ്രമകരമാണ്, നമുക്കറിയാം. എന്നാൽ പോലും ആ ലക്ഷ്യം ഉണ്ടാവണം, ആ ലക്ഷ്യബോധത്തോടുകൂടെ. എന്നാൽ അതോടൊപ്പം സാധ്യമാകുന്ന ആധുനികവൽക്കരണങ്ങൾ, ഇതിനെതിരല്ലാത്ത വിധത്തിൽ, വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന വിധത്തിൽ, വിദ്യാർത്ഥികൾക്ക് പഠന രീതി എളുപ്പമാക്കുന്ന വിധത്തിൽ ആവശ്യമായ ചേരുവകളൊക്കെ ചേർത്തുകൊണ്ട് യൂണിവേഴ്സിറ്റി സമ്പ്രദായത്തിൽ നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. പക്ഷെ അടിസ്ഥാനത്തിന് തെറ്റാൻ പാടില്ല. അതിൽ പരമാവധി അതിനുള്ള ശ്രമമുണ്ടാവണം എന്ന ആ അടിസ്ഥാനപരമായ ആ ഒരു ലക്ഷ്യബോധത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ SNEC അതോടൊപ്പം നാഷണൽ വിദ്യാഭ്യാസ പദ്ധതിയായി അത് കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇവർക്കൊക്കെ ഇതിൻ്റെ ഗുണമുണ്ടാവണം. ഇതൊക്കെ മനസ്സിലാക്കി രൂപീകരിച്ചുകൊണ്ട് ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വേറെയും കുറേ പദ്ധതികൾ നമുക്കുണ്ട്. ഫാദിലയുണ്ട്, അതുപോലെ അൽബിറുണ്ട്, അസ്മിയുണ്ട്, അങ്ങനെ പലതുമുണ്ട്. എന്നാൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി SNEC എന്ന് പറയുന്ന ഈ സംവിധാനം നമ്മുടെ
ഉമ്മുൽ ഖുറയിലും ഫരീദ് സാഹിബിൻ്റെ സ്ഥാപനത്തിലും ഒക്കെ നടക്കുന്നു എറണാകുളത്ത്. നിങ്ങളൊക്കെ അതൊക്കെ മനസ്സിലാക്കണം. അതിൻ്റെയൊക്കെ സഹായികളും അതിൻ്റെയൊക്കെ പ്രചാരകരുമാവണം ഇவ்விധത്തിലുള്ള പണ്ഡിതന്മാരെ. എന്നാൽ അവർക്ക് എല്ലാ കഴിവും സാധ്യമാവുന്ന കഴിവുകളൊക്കെ അവർക്കുണ്ടാവണം. കാലഘട്ടത്തോട് സംവദിക്കാൻ അവർക്ക് കഴിയണം. ആ വിധത്തിൽ നമ്മൾ സിലബസും കരിക്കുലവും ഒക്കെ തയ്യാർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പൊതുവായൊരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. അതിൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഒരു വക്താവ് എന്ന നിലയിൽ അതിനെ സംബന്ധിച്ച് പ്രത്യേക ഊന്നൽ നൽകി എന്ന് മാത്രം. അതുകൊണ്ട് ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തകരോട്, നമ്മുടെ ഉസ്താദുമാരോട്, ഇവിടെയുള്ള നമ്മുടെ നേതാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അൽഹംദുലില്ലാ 1.5 വർഷം കൊണ്ട് നല്ല പ്രഗത്ഭരായ മുസ്തഫ ഫൈസൂഖ് അടക്കമുള്ള വലിയ ഒരു അക്കാദമിക് വിങ്, പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിദഗ്ധർ, ഇന്നലെ അവരൊക്കെ ഞങ്ങളൊക്കെ കൂടി ഇരുന്ന്, ഞാൻ പിന്നെ 10:30 ട്രെയിനിന് പോരേണ്ടി വന്നു, പാതിര വരെ ഇരുന്നു. അങ്ങനെ പല ദിവസങ്ങളിലും ഒരു മാസത്തിൽ ഒന്നിലധികം 2, 3, 4 തവണ ഒക്കെ ഇരുന്ന് ഈ കാര്യങ്ങളെ പരമാവധി നല്ല രൂപത്തിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് സമൂഹത്തിലെത്തിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് വിനീതമായി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അതെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ. അള്ളാഹു സ്വീകരിച്ച എൽമിൻ്റെ അഹലുകാർ, അത് ആലിമായാലും മുതഅല്ലിമായാലും ഖാദിമായാലും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കൂട്ടരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്സത്തും ഹിമ്മത്തും സലാമത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹക്കിനെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഹക്കിൻ്റെ അഹലുകാരെ അള്ളാഹു ഇസ്സത്തിലാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർക്കിടയിൽ ഐക്യവും സന്തോഷവും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാവിധ ഫിത്ന ഫസാദിൽ നിന്നും ഈ സമൂഹത്തെ അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ. റഹ്മുർ-റഹീമായ റബ്ബേ, നീ രക്ഷിക്കണേ തമ്പുരാനെ, നീ രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക യാ റബ്ബ്. അല്ലാഹുവേ, നീ തന്നെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം നിശ്ചയിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട പ്രവർത്തകരുണ്ട്, സേവകന്മാരുണ്ട്, നേതാക്കളുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. അത് അവരുടെ ഇഹപര വിജയത്തിനുള്ള കാരണമാക്കണേ അല്ലാ. അവരുടെ കുടുംബജീവിതത്തിൽ ഖൈറും ബറക്കത്തും ചെയ്യണേ അല്ലാ. അവരുടെ ബിസിനസ്സുകളിലും ജോലികളിലും ഖൈറും ബറക്കത്തും ചെയ്യണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയൊക്കെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് തരണേ അല്ലാ. നിന്റെ താഴത്തിലും നിന്റെ പൊരുത്തത്തിലും ദീനിൻ്റെ ഖിദ്മത്തിലുമായി സിഹത്തോടെ ആഫിയത്തോടെ ഞങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹുവേ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ആ സമയത്ത് ഈമാനിന് കേടുവരുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാനിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഒരു 2 മിനിറ്റോടുകൂടി പരിപാടി അവസാനിക്കും. അവാർഡ് ദാനമാണ്. SNEC ശരിയ 1ാം സെമസ്റ്റർ പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് നേടിയ കളമശ്ശേരി മർക്കസ് വിദ്യാർത്ഥി മുഹമ്മദ് അൽഫാസിന് ഒരു അവാർഡ് നൽകുന്നു. നമ്മുടെ അബ്ദുസലാം ബാക്കവി ഉസ്താദ് നൽകുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. അതുപോലെ ലോഗോ പ്രകാശനം അടുത്തതായി നടക്കുന്നു കളമശ്ശേരി മർക്കസ്. അതിന് ശേഷം ചെറിയൊരു ദുആ ചെയ്ത് പോകാനുണ്ട്. എല്ലാവരും ആ ദുആ കഴിഞ്ഞിട്ടേ പോകാവുള്ളെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഷെയ്ഖുന ഹസൻ ഫൈസി ഉസ്താദ് ദുആ ചെയ്യുന്നതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അടുത്തതായി ലോഗോ പ്രകാശനം കളമശ്ശേരി മർക്കസ് വനിതാ കോളേജ് ആനുവൽ മീറ്റ് ലോഗോ പ്രകാശനം നിർവഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഷെയ്ഖുന ഉസ്മാൻ ഫൈസി ഉസ്താദിനെ അത് നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കളമശ്ശേരി മർക്കസ് വനിതാ കോളേജ് ആർട്സ് ഫെസ്റ്റിന് ലോഗോ പ്രകാശനം സുന്നി വക്കറാജിയില്ലല്ലേ അസം വൈസി ഉസ്താദ് നിർവഹിക്കുന്നു. ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി കണ്ണന്തറ അബ്ദുൽ ഖാദർ ആക്സിഡന്റ് പറ്റി നമ്മുടെ പരിപാടികൾക്കെല്ലാം സജീവമായി സഹകരിക്കുന്നവരാണ്. അതുപോലെ ഒരുപാട് സഹോദരങ്ങൾ ഇതിനുവേണ്ടി ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അസംവൈസി ഉസ്താദ് ചെമ്മാട് എം.പി. അബൂബക്കർ സാഹിബിന്റെ ഭാര്യ, ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ 40ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രചരണ സമ്മേളനം ഈ വരുന്ന നാളത്തെ കഴിഞ്ഞുള്ള 19-ാം തീയതി വ്യാഴാഴ്ച കങ്ങരപ്പടി ടൗൺ ഹാളിൽ നടക്കുകയാണ്. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ 40ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ പ്രചരണ സമ്മേളനം വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് കങ്ങരപ്പടി ടൗൺ ഹാളിൽ നടക്കുകയാണ്. എല്ലാവരെയും അതിലേക്ക് സഹർഷം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കളും സാദാത്തുക്കളും സംബന്ധിക്കുന്ന വേദിയിലേക്ക് നിങ്ങളെ സഹർഷം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. SKSF കോതമംഗലം മേഖല ആദർശ സമ്മേളനം ഡിസംബർ 26 വ്യാഴാഴ്ച നിർവഹിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ പരിപാടിയുമായി സഹകരിക്കുക. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. آمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. നേരത്തെ ആക്സിഡന്റ് പറ്റിയ അല്ലെ ആ സഹോദരൻ അള്ളാഹു വേഗത്തിൽ ശിഫ നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാക്കി ഉസ്താദ് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചോദിച്ചു അതെല്ലാം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രസ്ഥാനം സമസ്തയെ അള്ളാഹു നാൾക്കുനാൾ ശക്തിപ്പെടുത്തുമാറാകട്ടെ. അതിന്റെ പിന്നിൽ നമുക്കും പിൻഗാമികൾക്കും ഉറച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സത്യം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മുടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ പ്രവർത്തകർ, നേതാക്കന്മാർ, സാധാരണ നമ്മുടെ പ്രവർത്തകർ എല്ലാവർക്കും, നേതാക്കന്മാർക്കും എല്ലാവർക്കും അള്ളാഹു തആല സാമ്പത്തിക സഹായങ്ങൾ ഇപ്പോൾ നൽകിയവരും അല്ലാതെ നൽകിയവരും എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കും നൽകുമാറാകട്ടെ. ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നതിൻ്റെ കാരണം കൊണ്ട് നമുക്കെല്ലാം അള്ളാഹു ഈമാനിൻ്റെ സലാമത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു നീക്കിത്തരുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രസ്ഥാനത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയെ നാൾക്കുനാൾ ശക്തിപ്പെടുത്തുമാറാകട്ടെ. അതിൻ്റെ യഥാർത്ഥ അനുയായികളായി യാതൊരു മായവും വെള്ളവും ചേർക്കാത്ത മുഖ്ലിസായ മുത്തഖിയായ മനുഷ്യരായി നമ്മളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ ആമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്ദി പറയുന്നതിന് വേണ്ടി ബക്കർ പൂക്കാട്ടിനെ SYS ജില്ലാ ട്രഷറർ ബക്കർ പൂക്കാട്ടിനെ ക്ഷണിച്ചുകൊള്ളു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ യോഗത്തിൻ്റെ അധ്യക്ഷൻ IB ഫൈസി ഉസ്താദ് അവർകൾ, മറ്റു വേദിയിൽ സദസ്സിലുള്ള പണ്ഡിതന്മാർ, മറ്റു സംസ്ഥയുടെയും പോഷകങ്ങളുടെയും നേതാക്കന്മാരെ, പ്രവർത്തകരെ, സമയം വളരെ ദൈർഘിച്ചു. കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. സംസ്ഥയുടെ കീഴിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് ഈ യോഗം തെളിയിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല നിലനിർത്തട്ടെ എന്ന് മാത്രം ദുആർന്നുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാർക്കും ഈ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. 3 സ്വലാത്തോടുകൂടി യോഗം അവസാനിക്കുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഅ